ഇന്നൊരു അടിപൊളി ദൊഡ്ലിന്റെ റെസിപ്പി ആയാലോ. ദൊഡ്ലി എന്ന് കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ചില്ലേ എന്താന്നുള്ളത്? വാ നമുക്ക് നോക്കാട്ടോ. പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറിയപ്പോ എന്റെ കയ്യിൽ ഇഡ്ലി പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇഡ്ലി ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി കണ്ടുപിടിച്ചതാണ്. നമ്മുടെ ഇങ്ങനത്തെ ഒരു ചെറിയ പരന്ന പാത്രത്തിലേക്ക്, ഇനി നിങ്ങൾക്ക് കുഴിയുള്ളത് എടുക്കാം, പക്ഷെ വേവാൻ കുറച്ച് സമയം എടുക്കുക. ഇങ്ങനെ പരന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഇഡ്ലി മാവ് ഒഴിച്ചിട്ട് നമ്മുടെ സ്റ്റീമർ ഇല്ലേ, സ്റ്റീം ചെയ്യുന്ന പാത്രം എന്തായാലും വേണം, സ്റ്റീമറിൽ വെച്ചിട്ട് ഞാൻ നല്ലപോലെ വേവിച്ചെടുക്കും കേട്ടോ. ഹൈ ഫ്ലെയിമിലും സിമ്മിലും ഇട്ടിട്ട് നല്ലോണം ഉള്ളൊന്ന് വേവിച്ചെടുക്കും. പിന്നെ നിങ്ങൾ ഓവർ മാവ് ഒഴിക്കേണ്ട, ഒരു 2 തവിയോ 3 തവിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. ഇത് ബാച്ചിലേഴ്സിന് ഏറ്റവും നല്ലൊരു ട്രിക്കാണ് കേട്ടോ. കാരണം ഒരു സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ കെറ്റിലും വേണമെങ്കിൽ ഇങ്ങനെ പാത്രം വെച്ച് പരീക്ഷിക്കാം. പിന്നെ ഇവിടെ ഇഡ്ലിക്ക് റെഡ് ചട്നി നിർബന്ധമാണ് കേട്ടോ. ഏട്ടനും മോളും കഴിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഇതന്നെ ദൊഡ്ലിയാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും കളിയാക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതിന് എന്ത് വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ രാമശ്ശേരി ഇഡ്ലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമാണ്. പിന്നെ ഇതൊരു സിമ്പിൾ വേ ആയതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇഡ്ലി തട്ടുന്ന നമുക്ക് ആ കോരി എടുക്കുന്ന ആ ഒരു സമയമൊക്കെ ലാഭിക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്താൽ മതിയേ. പിന്നെ ഇതാ കുറച്ച് ക്രാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രാബ് എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല. ക്രാബ് കഴിക്കുമ്പോൾ നല്ലൊരു വയറുവേദനയും അതുപോലെ തന്നെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലുതായതിന്റെ ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ക്രാബിന്റെ കൈയും കാലൊക്കെ പറിച്ച് ഞാനത് നന്നാക്കുകയാണ് കേട്ടോ. ക്രാബ് എനിക്ക് ആദ്യം നന്നാക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് ക്രാബ് ക്ലീൻ ചെയ്യും കേട്ടോ. അതിന്റെ സാധനമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വിടലുണ്ട്. കാരണം എനിക്കിപ്പം ഒറ്റ കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള യെല്ലോ കളയരുത് കേട്ടോ. അത് അതിന്റെ പൊന്നെന്നാണ് പറയുന്നത്. അതാണ് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഞാനൊന്ന് മസാല പുരട്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇനി നമ്മുടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക്, ഇഞ്ചാലിയത്തിന്റെ ചട്ടി ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രാബിനെ അതിലോട്ടിട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വേവിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് സവാള അരിഞ്ഞത് അതേ സെയിം പാനിലിട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. പാത്രം കഴുകുന്ന ലാഭിക്കാലോ. പക്ഷെ പാത്രം കഴുകുന്ന ലാഭിക്കൽ മാത്രമല്ല കേട്ടോ, ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കാണാൻ കുറച്ച് വൃത്തികേടാണെന്നുണ്ടെങ്കിലും സംഭവം ടേസ്റ്റാണ്. അങ്ങനെ ആ ക്രാബിനൊക്കെ ഇളക്കി അപ്പുറത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ സവാള വഴറ്റിയിട്ട് ഞാൻ ആ ക്രാബ് അതിലോട്ടിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെ അല്ലറ ചില്ലറയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗരം മസാലയും പെരുംജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം എന്തായാലും അറിയിക്കണം. നല്ല ടേസ്റ്റാണ്. വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം അല്ലാണ്ടാണ് ടേസ്റ്റ്. പക്ഷെ എനിക്ക് കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.